അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നഗരത്തിലടക്കം ലഭിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യം കണ്ടാൽ നമുക്ക് തോന്നും ഒരു പുഴയാണ്, ശക്തിയെ ഒഴുകുന്ന ഒരു പുഴയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു പുഴയല്ല, ഇതൊരു തോടിനോട് ചേർന്നൊരു സ്ഥലമാണ്. നേരത്തെ വയലൊക്കെ ആയിരുന്നു, ആ പ്രദേശമാണിത്. പക്ഷേ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു വലിയ പുഴ ഒഴുകി പോകുന്നത് കാണും. പുഴയൊന്നുമല്ല, തൊട്ടപ്പുറത്ത് വീടുകളുണ്ട്. ഇതൊരു വയലിൻ്റെ ഒരു ഭാഗമാണ്. ഇതിലൂടെ അങ്ങോട്ടേക്ക് റോഡുണ്ട്, പക്ഷേ ആ റോഡൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പുഴയാണെന്ന് തോന്നുന്നു. ഇതാണ് അവസ്ഥ. നേരത്തെ പറഞ്ഞ സ്ഥിതിയല്ല, കാർമേഘം വന്നു, അതായത് വലിയ രീതിയിൽ ശക്തമായ മഴ കണ്ണൂർ ജില്ലയിലെ എല്ലായിടങ്ങളിലും ലഭിക്കുന്നു എന്നതാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും മഴ മാറുന്നത് വലിയ ആശ്വാസകരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതല്ല സ്ഥിതി. അതിശക്തമായ മഴയാണ് എല്ലായിടങ്ങളിലും ലഭിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് മഴ മാറി നിന്നാൽ മാത്രമാണ് ഈ വെള്ളക്കെട്ട് മാറി വലിയ രീതിയിൽ ആളുകൾക്ക് തിരിച്ച് വീടുകളിലേക്ക് എത്താൻ കഴിയുക. ഈ മേഖലയിലൊക്കെ ഇന്നലെ ഇതിലും വെള്ളമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മഴയ്ക്ക് ശമനമുള്ളത് കൊണ്ട് വെള്ളം കുറഞ്ഞതാണ്. വീടുകളിലടക്കം വെള്ളം കയറിയത് അല്പം ആ ജലനിരപ്പ് അല്പം കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. അതിശക്തമായ മഴ എല്ലായിടങ്ങളിലും ലഭിക്കുന്നു എന്നതാണ്. അത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഈ താഴെച്ചുവയിൽ നിന്നും എളയാവൂരേക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശമുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ നിലയാണ്. അവിടെ നിന്ന് വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോയിട്ടില്ല. അതിൻ്റെ ഒന്നാം നിലയിൽ, വീടുകളിൽ ഒന്നാം നിലയിലും മറ്റും ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരെയും വെള്ളം കയറിയെടുത്ത് ആ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ബന്ധുവീട്ടിലേക്ക് മാറി താമസിച്ചിട്ടുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ണൂർ നഗരപരിധിയിൽ, കണ്ണൂർ കോർപ്പറേഷന് കീഴിൽ മാത്രം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ 2 എണ്ണം തുറന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മൊത്തം 4 ദുരിതാശ്വാസ ക്യാമ്പുകളുമുണ്ട്. ഈ നേരത്തെ അവസ്ഥയല്ല ഇപ്പോൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി മാറുന്നത്. മലയോര മേഖലയിലും നഗരമേഖലയിലും ഒക്കെ തന്നെ അതിശക്തമായ മഴ ലഭിക്കുന്നു എന്നതാണ്. ഈ മഴ അതിശക്തമായി ലഭിച്ചാൽ തീർച്ചയായും വെള്ളം ഇറങ്ങിപ്പോകില്ല. ഇപ്പോൾ വീടുകളിലെ മുറ്റമൊക്കെ നിറയെ വെള്ളമാണ്. ആ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകാത്തൊരു സ്ഥിതിയുണ്ട്. കാനാമ്പുഴ, അതായത് കാനാമ്പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ താഴെച്ചുവ എളയാവൂർ റോഡിൻ്റെ പരിസരം. ആ പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഇനിയും വെള്ളം ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുകയാണ്. അതിൽ കണ്ണൂർ ജില്ലയിലെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ എല്ലായിടങ്ങളിലും അതിശക്തമായ മഴ ലഭിക്കുന്നു എന്നതാണ്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലടക്കം ഉണ്ടാകുന്നുണ്ട്. ഇരട്ടി, തളിപ്പറമ്പ് ദേശീയപാതയിൽ ഇരിക്കൂർ നിലാമറ്റത്ത് ദേശീയപാതയിലേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അവിടെ പക്ഷേ ഗതാഗത തടസ്സമില്ല. റോഡിൻ്റെ ഒരു വശത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. ഒപ്പം തന്നെ വലിയ മരങ്ങളൊക്കെ പൊട്ടിവീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം ശക്തമായ കാറ്റും, മഴ മാത്രമല്ല ശക്തമായ കാറ്റും കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നതാണ് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ തുടരുകയാണ്. മഴയ്ക്ക് ശമനമില്ല, മഴയ്ക്ക് മാറ്റമില്ല. പുലർച്ചെയും ഇന്നലെ രാത്രിയും മഴ അല്പം മാറി നിന്നെങ്കിലും ഇപ്പോൾ അതല്ല സ്ഥിതി. ആളുകളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ശക്തമായ മഴ ഉണ്ടാകുന്നു എന്നതാണ്. ഈ പ്രദേശത്ത് മുട്ടോളം വെള്ളമുണ്ട് ഈ പ്രദേശത്താകെ. അപ്പോൾ ഈ പ്രദേശത്തു നിന്നും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതായാലും മഴ മാറി നിന്നാൽ മാത്രമാണ് ആശങ്ക മാറുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ല സ്ഥിതി. ശക്തമായ മഴയാണ് എല്ലായിടങ്ങളിലും ലഭിക്കുന്നത്. ഫെലിക്സ്, മഴയ്ക്കൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി അങ്ങനെയാണോ? കാറ്റുണ്ടോ? തീർച്ചയായും മഴ മാത്രമല്ല അതിശക്തമായ കാറ്റ് വിവിധ ഇടങ്ങളിലുണ്ട്. അതാണ് മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയെ മാറുന്നത്. മലയോര മേഖലയിലെ മിക്കയിടങ്ങളിലും മരമടക്കം പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു മുൻകരുതലായി ആളുകൾക്ക് അത്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. ഈ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലയിൽ ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ പരമാവധി ഇടങ്ങളിൽ സ്വയം ബന്ധുക്കളുടെ വീടുകളിലേക്കുമൊക്കെ തന്നെ മാറി താമസിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോഴും ഈ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലടക്കം ഉരുൾപൊട്ടലടക്കം സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒന്ന്. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. ഈ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ അത് വലിയ ആശങ്ക ഒഴിവാക്കും. ഇതിപ്പോൾ ഒരു വീടാണ്. ആ വീടിൻ്റെ ഒരു മുറ്റം നമുക്ക് കാണാൻ കഴിയും. മുറ്റം നിറയെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. വീട്ടിലെ സൈക്കിളുകളൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ വീട്ടിൽ ആളുണ്ടോ എന്നറിയില്ല. ഒരു പക്ഷേ ആളുണ്ടാകാം, അല്ലെങ്കിൽ ആളുകൾ ഒന്നാം നിലയിലേക്ക് മാറി താമസിച്ചിട്ടുണ്ടാകാം, മറ്റ് വീടുകളിലേക്ക് പോയിട്ടുണ്ടാകാം. ഇന്നലെ വലിയ വെള്ളമായിരുന്നു. സംസാരിക്കുമ്പോൾ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ മഴ കുറച്ചധികം മാറി നിന്നാൽ ഈ വെള്ളക്കെട്ടിനും ഒരു ചെറിയ ആശ്വാസം ഉണ്ടാകും. ഇന്നലെ രാത്രി ഉള്ളതിനേക്കാൾ വെള്ളത്തിന്റെ ഒരു അളവൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ആശ്വാസകരമായി പറയുന്നത്. എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് മാറുന്നതെന്ന് നോക്കൂ അല്ലേ?
തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഒരു പരിധിവരെയും വേലിയേറ്റമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിതീവ്രമായി വെള്ളം ഒലിച്ചു പോകുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, മഴ വീണ്ടും ശക്തമാകുമ്പോൾ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടും, വെള്ളത്തിൻ്റെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരും, ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തപ്പോൾ ഈ വീടുകളിലൊക്കെ ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ മുകളിലത്തെ നിലയിലേക്ക് മറ്റു ആളുകൾ മാറി താമസിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പുറത്തേക്കൊന്നും ഇറങ്ങി വരാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം മുറ്റും നിറയെ, മുട്ടോളമല്ല അതിൽ നമ്മുടെ അരപ്പൊക്കത്തിൽ ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോഴും മഴ ഇങ്ങനെ തുടരുന്നു. ഇപ്പോൾ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. അങ്ങനെ മഴ ലഭിച്ചാൽ തീർച്ചയായിട്ടും ജലനിരപ്പ് ഇനിയും ഉയരുമെന്നത് വലിയ ആശങ്കയായി മാറുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൈത്തോടുകളൊക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ കൈത്തോടുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി വീടുകളിലേക്കും റോഡുകളിലേക്കും പറമ്പുകളിലേക്കും ഒക്കെ തന്നെ വെള്ളം എത്തുന്നൊരു സ്ഥിതി കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശങ്ങൾ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജിലടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ അവധി നൽകിയിട്ടുണ്ട്. അത് ആശ്വാസകരം തന്നെയാണ്. ഇന്നലെ ഈ സ്കൂൾ വാഹനങ്ങളൊക്കെ ഉച്ചയോടുകൂടി തന്നെ, ഇന്നലെ സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നില്ല, പക്ഷേ ഉച്ചയോടുകൂടി തന്നെ സ്കൂളുകൾ അവധി നൽകാൻ തുടങ്ങി. അങ്ങനെ ഈ സ്കൂൾ വാഹനങ്ങളൊക്കെ വെള്ളക്കെട്ടിൽ നിന്ന് പോകുന്നൊരു സ്ഥിതി, അവിടെ കുടുങ്ങിപ്പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളുകൾക്കെല്ലാം അവധി നൽകിയിട്ടുണ്ട്. കാരണം വെള്ളക്കെട്ട് പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ അതിശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ ലഭിക്കുന്നു എന്നതാണ് വീണ്ടും ആശങ്കപ്പെടുത്തുന്ന കാര്യം. വീടുകളിലെ മുറ്റങ്ങൾ വരെ വെള്ളമെത്തി. ചില വീടുകളിലെ സിറ്റ് ഔട്ടുകളിലേക്കൊക്കെ, അതായത് വീടുകളിനുള്ളിലേക്ക് വരെ വെള്ളം കയറുന്നു. അവിടെ നിന്നുള്ള ആളുകളൊക്കെ തന്നെ മാറി താമസിക്കുകയാണ്. ഒന്നാം നിലയിലേക്ക് മാറി താമസിക്കുന്നവരുണ്ട്, ചിലർ ബന്ധു വീടുകളിലേക്ക് പോകുന്നു, ചിലർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്നു. ഇന്നലെ അതിശക്തമായ വെള്ളമായിരുന്നു. ഇന്ന് തിരിച്ച് വീടുകളിലേക്ക് എത്തുമ്പോഴും അവർക്ക് ആശ്വാസകരമായ കാഴ്ചയല്ല. കാരണം വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്നില്ല. വീണ്ടും ശക്തമായ മഴയുണ്ടാകുന്നു. അങ്ങനെ ശക്തമായ മഴ വീണ്ടും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഇപ്പോഴും ആശങ്കാകുലരാണ്. അവർക്ക് പൂർണ്ണമായ ഒരു ആശ്വാസത്തിൻ്റെ നിമിഷം ആയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.